ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് LA Knight ഫോഴ്സസ് US ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു ആൻഡ് സോളോ സിക്കാവ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് ചെയ്തിട്ടുള്ള എല്ലാ മാച്ചും നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ സെഗ്മെന്റും അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. റാൻഡി സീന ഇവരുടെ സെഗ്മെന്റ് എല്ലാം. ഇനി മാച്ചിലേക്ക് വന്നാൽ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റ് എല്ലാം റിങ്ങിന് പുറത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ സോളോ സിക്കാവ LA Knightനെ സമോൺ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ LA Knight അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് സോളോ സിക്കാവയ്ക്ക് BFT കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ LA Knight ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ജേക്കബ് ഫാട്ടു ഇവരെല്ലാം റിങ്ങിൽ വെച്ച് അറ്റാക്ക് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾക്ക് മനസ്സിലായി ഡ്രൂ മാക്കൻടയർ വന്ന് ക്ലൈമോർ അടിക്കുമെന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ റാൻഡി ഓർട്ടന്റെ പോലെ ഇപ്പോൾ ഡ്രൂ മാക്കൻടയറും ഇത്തരത്തിൽ സെഗ്മെന്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡ്രൂ വന്ന് ക്ലൈമോർ ചെയ്യും അല്ലെങ്കിൽ റാൻഡി വന്ന് ആർഗ്യൂ ചെയ്യും എന്നുള്ളത്. പിന്നീട് ഡ്രൂ US ചാമ്പ്യൻഷിപ്പ് ഉയർത്തി കാണിച്ച് ഈ സെഗ്മെന്റ് അവസാനിച്ചു. ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കൻടയർ പോകുന്ന സമയത്ത് ഇവർ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി ചോദിക്കുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഫാറ്റൽ 4-way മാച്ചിൽ ഡ്രൂ മാക്കൻടയർ വിൻ ചെയ്ത് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആകും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് താനാണ് നാളെ US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അതുപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജിൽ ആർട്ട് ജോൺ സീനയെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പോലെ കാണിച്ചിരുന്നു. അതായത് ലെറ്റ്സ് ഗോ സീന, സീന ഗോ എന്ന പോസ്റ്റെല്ലാം വെച്ചുകൊണ്ട്. അതേ സെഗ്മെന്റിലും ജിമ്യൂസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വെച്ച് എന്തോ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കാണിക്കുന്നത്. പിന്നീട് വുമൻസിന്റെ ടാഗ് ടീം മാച്ച് വുമൻസ് യുണൈറ്റഡ് ചാമ്പ്യൻ സെലീന വേഗ ആൻഡ് അലക്സ ബ്ലിസ് വേഴ്സസ് ചെൽസി ഗ്രീൻ ആൻഡ് പൈപ്പർ നീവിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഇതൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴിയാണ് കൺഫേം ചെയ്തത്. പിന്നീട് സർപ്രൈസ് ആയിട്ട് അലക്സ ബ്ലിസ് റിട്ടേൺ ചെയ്ത് സെലീന വേഗയുടെ ടാഗ് ടീം പാർട്ണറായി. അപ്പോൾ ഈ ഒരു മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ അലക്സ ബ്ലിസ് മൂലമാണ് മാച്ച് വിൻ ചെയ്തത്. അതായത് അലക്സ ബ്ലിസ് ചെൽസി ഗ്രീനിന് സിസ്റ്റർ അബിഗയിൽ DDT കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ വിൻ ചെയ്തു. അപ്പോൾ അലക്സ ബ്ലിസ് വീണ്ടും സ്മാക്ഡൗണിൽ റിട്ടേൺ ചെയ്തേക്കാണ്. എന്തായാലും ഈ മാച്ച് നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റേ ഫീനിക്സ് സാന്റോസ് എസ്കോബാർ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാന്റോസ് എസ്കോബാറിനോട് റേ ഫീനിക്സ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച തോൽപ്പിച്ചു, ഇനി എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു വരണ്ട എന്നൊക്കെ. അതായത് സാന്റോസിന് റേ ഫീനിക്സിനെ കൂടെ നിർത്താൻ താല്പര്യമുണ്ട്, പക്ഷെ റേ ഫീനിക്സിന് അത് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സാന്റോസിന്റെ കൂടെയുള്ള ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ വന്നുകൊണ്ട് റേ ഫീനിക്സിനെ അറ്റാക്ക് ചെയ്തു. ശേഷം അവിടെ അൻഡ്രേഡെ വന്നുകൊണ്ട് റേ ഫീനിക്സിനെ ചെക്ക് ചെയ്യുന്നതായിട്ടും ഇവർക്കൊരു ടാഗ് ടീം മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും കാണിച്ചു. പിന്നീട് ഷാർലറ്റ് ഫ്ലെയറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഷാർലറ്റ് വന്നതിന് ശേഷം റെസൽമേനിയയിൽ തോറ്റ കാര്യത്തെ പറ്റി എല്ലാം പറയുന്നുണ്ട്. പിന്നെ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ കൊണ്ടെത്തിച്ചത് ഷാർലറ്റിന് വീണ്ടും ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണം, ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ജെറ്റ് കാർഗിൽ അവിടെ വന്നുകൊണ്ട് ഷാർലറ്റിനോട് ലൈനിൽ നിൽക്കാനായിട്ടും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇപ്പോൾ നമ്പർ 1 കണ്ടൻഡർ മാച്ച് നടക്കാൻ പോകുന്നുണ്ട്, അത് താനാണ് വിൻ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ടൈപ്പിലെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് വരിയിൽ നിൽക്കാനായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് വേണമെങ്കിൽ ഇത്തരത്തിലാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഷാർലറ്റ് അവിടെ നിന്നും പോയി അവസാനം നയ ജാക്സ് വന്നുകൊണ്ട് ഇവർക്ക് മാച്ച് നടന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വെറുതെ കാണിച്ചതല്ല, എന്തായാലും ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് WWE സെറ്റ് ചെയ്യും. ഇനി നയ ജാക്സ് ജെറ്റ് കാർഗിൽ ഇവരുടെ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ടിഫനി സ്റ്റാറ്റിന്റെ കൂടെ വുമൻസ് ചാമ്പ്യൻഷിപ്പ് കിട്ടും. അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നതിനേക്കാൾ മുൻപായിട്ട് വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്റ്റാറ്റൻ റിംഗ് സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നു. മാച്ചും അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ നമ്മൾക്കറിയാം നയോമി വന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ നയോമി വന്ന് ജെറ്റ് കാർഗിലിനെ അറ്റാക്ക് ചെയ്തില്ല, പകരം ടിഫനി സ്റ്റാറ്റനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ജെറ്റ് കാർഗിലിന്റെ ശ്രദ്ധയെല്ലാം തെറ്റിച്ച് നയ ജാക്സിനെ ഹെൽപ്പ് ചെയ്തു. നയ ജാക്സ് ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷർ എല്ലാം കൊടുത്ത് നയ ജാക്സ് വിൻ ചെയ്ത് നമ്പർ 1 കണ്ടൻഡറായി. അപ്പോൾ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ മാച്ച് വന്ന സമയത്ത് തന്നെ നമ്മൾക്കറിയാം. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ TLC മാച്ച് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ NXTയിൽ നിന്നും വന്നിട്ടുള്ള നേതൻ പ്രൈസർ ആൻഡ് അക്സിയം ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ് മൊത്തത്തിൽ ഈ സെഗ്മെന്റ് പോയത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പ്രശ്നം പോകുന്ന സമയത്ത് നിക് ആർട്ടിസ് വന്നുകൊണ്ട് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് വെച്ചു കൊടുത്തു. അതായത് ഈ മാച്ചിൽ വിൻ ചെയ്യുകയാണെങ്കിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിലുള്ള അവസരമൊക്കെ തരാം എന്ന ലെവലിൽ. പിന്നീട് ഇവരുടെ ടാഗ് ടീം മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വേറെ ലെവൽ മാച്ച് ആയിട്ടുണ്ട്. രണ്ടു ടീമിന്റെയും അടിപൊളി പെർഫോമൻസ് ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. മാച്ചിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ്
നെയ്തൻ പ്രൈസറിനെ ഫിനിഷർ ചെയ്ത് പിൻ ചെയ്തു എങ്കിലും അക്സിയം സേവ് ചെയ്തു. അതുപോലെ തന്നെ നെയ്തൻ പ്രൈസർ ആൻഡ് അക്സിയം ഇവരുടെ ടാഗ് ടീം കോംബോ ഫിനിഷർ അതായത് ഫാനിഷ് ഫ്ലൈ ആൻഡ് ഫീനിക്സ് ഫ്ലാഷ് ഏഞ്ചലോ ഡോക്കിങ്സിനെ ചെയ്തു എങ്കിലും മോണ്ടെക്സ് ഫോർഡ് കയറി പിൻ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്ത് വിട്ടു, അതായത് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ട്. അത്തരത്തിൽ അടിപൊളിയായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ മറ്റൊരു ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അക്സിയം ആൻഡ് നെയ്തൻ പ്രൈസർ ഇവരാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ഇവരെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെയും ഷേക്കൻ്റെ എല്ലാം കൊടുത്ത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നീട് കർമലോ ഹെയ്സ് വേഴ്സസ് അലിസ്റ്റർ ബ്ലാക്ക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. ഈ മാച്ച് കാണാനായിട്ട് മിസ് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ അലിസ്റ്റർ ബ്ലാക്കിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് റിംഗിൽ കയറിയ സമയത്ത് കർമലോ ഹെയ്സ് അറ്റാക്ക് ചെയ്തപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് മാറി, അത് മിസ്സിന് തന്നെ കിട്ടി. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് അലിസ്റ്റർ ബ്ലാക്ക് കർമലോ ഹെയ്സിനെ റോപ്പിൻ ചെയ്ത് ഈ മാച്ചിൽ അലിസ്റ്റർ ബ്ലാക്ക് ആണ് വിൻ ചെയ്തത്. അടുത്ത സെക്കൻഡിൽ തന്നെ മിസ് റിംഗിൽ കയറിയപ്പോൾ അലിസ്റ്റർ ബ്ലാക്ക് ബ്ലാക്ക് മാസ്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് റിംഗ് വിട്ട് ഇറങ്ങിപ്പോയി. അതിനുശേഷം മോട്ടോ സിറ്റി മെഷീൻ ഗൺസ് ഫ്രാക്സിയം ഇവർ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്ന സമയത്ത് DIY ടീം വന്ന് രണ്ട് ടീമിനെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ടാഗ് ടീം മാച്ച് വരുന്നത് പോലെയാണ് സംസാരിച്ചു നിന്നത്. ആ സമയത്താണ് DIY വന്ന് അറ്റാക്ക് ചെയ്തത്. ഇതിൽ ഇവർ കൂടുതൽ അറ്റാക്ക് ചെയ്തത് ഫ്രാക്സിയം ടീമിനെയാണ്, അതായത് അക്സിയം ആൻഡ് നെയ്തൻ പ്രൈസർ ഇവരെ രണ്ടുപേരെയും. പിന്നീട് വീണ്ടും ടാഗ് ടീം മാച്ച് അൻഡ്രേഡ് ആൻഡ് റേ ഫീനിക്സ് വേഴ്സസ് ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ മാച്ച് കാണാൻ വേണ്ടിയിട്ട് സാന്റോസ് റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. മാച്ചും നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമും നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ സാന്റോസ് എസ്കോബാർ ഒരു സമയത്ത് ഇവരെ സഹായിക്കാൻ നോക്കുന്ന സമയത്ത് അത് ബാക്ക് ഫയർ ആയി. സാന്റോസിന്റെ ടീം റോൾ പിൻ ചെയ്തപ്പോൾ അവർക്ക് വിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ റേ ഫീനിക്സ് റിങ്ങിന് പുറത്ത് നിൽക്കുന്ന ഏഞ്ചലിന്റെ മേലേക്കെല്ലാം ജമ്പ് ചെയ്തു. അതേസമയം അൺഡ്രൈഡ് റിങ്ങിലുള്ള ഹുംബർട്ടോയ്ക്ക് മെസ്സേജ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ അൺഡ്രൈഡ് ആൻഡ് റേ ഫിനിക്സ് ഇവരാണ് വിൻ ചെയ്തത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഹുംബർട്ടോ സാന്റോസിനെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയി. അതായത് ഇവരുടെ ടീമിന്റെ ബ്രേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി സ്മാക്ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റിനെ പറ്റി പറയാം. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ജോൺ സീനയുടെ സെഗ്മെന്റ് ആണ് മെയിൻ ഇവന്റായി നടന്നത്. അപ്പോൾ സീന വന്നതിന് ശേഷം എപ്പോഴത്തെയും പോലെ റിംഗ് അനൗൺസറെ വിളിച്ചുകൊണ്ട് ജോൺ സീനയാണ് ബെസ്റ്റ്, ജോൺ സീനയാണ് ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഏതോ ഒരാള് ഒരു കാലി ബിയർ ബോട്ടിലെല്ലാം ജോൺ സീനയുടെ മേലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ സീന സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ റാൻഡി ഓട്ടൻ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് മെൻഷൻ ചെയ്തത്. അതായത് റാൻഡി ഓട്ടൻ സീനയ്ക്ക് റെസ്പെക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സീന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റെ മേലേക്ക് ബിയർ ബോട്ടിലൊക്കെ വലിച്ചെറിഞ്ഞത് പോലെയൊന്നും ഞാൻ ഒരിക്കലും ആരോടും ചെയ്യില്ല. അതുപോലെ റാൻഡി ഓട്ടൻ ജോൺ സീന ഇവരുടെ ശത്രുതയെ പറ്റി പറയുന്നുണ്ട്. അതായത് ഏകദേശം 25 വർഷം മുൻപൊക്കെ ആരംഭിച്ചതാണ് ഇവർക്ക് തമ്മിലുള്ള മാച്ച്, അല്ലെങ്കിൽ ഇവരുടെ ശത്രുത കാര്യങ്ങളെല്ലാം. അതിൽ ഒരുപാട് മാച്ച് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി ഞങ്ങളുടെ ഈ ഒരു മാച്ച് നാളെ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് അവസാനമായിട്ട് നിങ്ങൾ കുട്ടിക്കാലത്ത് കണ്ട ആ ഒരു മാച്ച് കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം നാളത്തെ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുമെന്നാണ് സീന പറഞ്ഞത്. അതുപോലെ തന്നെ റാൻഡി ഓട്ടന്റെ ഫാമിലിയിലെയും ഈ ഒരു സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് റാൻഡി ഓട്ടൻ ഇന്നിവിടെ വന്നിട്ടില്ല എന്നും അവന്റെ ഫാമിലിയുമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് നടക്കുകയാണെന്നും അതിന്റെ കാരണം നാളെ അവൻ ഫാമിലിനെ കൂട്ടി വരുന്ന സമയത്ത് ബാക്ക് ക്ലാഷിൽ അവനെ ഞാൻ തോൽപ്പിക്കും ഫാമിലിയുടെ മുന്നിൽ വെച്ച് തന്നെ. അപ്പോൾ അതിനേക്കാൾ മുൻപായിട്ട് അവൻ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത് നടക്കുകയാണെന്നും സീന ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ റാൻഡി ഓട്ടൻ WWE ഇവിടം വരെ എത്താനുള്ള കാരണം അവന്റെ ഫാമിലിയാണ്. എന്നാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് സീന പറയുന്നുണ്ട്. അതായത് സീന തനിയാണ് വന്നിട്ടുള്ളത്, ഈ ഒരു ടൈപ്പിലൊക്കെ ആയിരിക്കാം അത് ഉദ്ദേശിച്ചത്. പിന്നീട് സീന ഈ സെഗ്മെന്റിന്റെ അവസാനം പറയുന്നുണ്ട്, നാളത്തെ ബാക്ക് ക്ലാഷിൽ ലെജൻഡ് കില്ലർ റാൻഡി ഓട്ടൻ തന്നെയാണ് റാൻഡി ഓട്ടനെ കില്ല് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ റാൻഡി ഓട്ടൻ നാളത്തെ ബാക്ക് ക്ലാഷിൽ ഇല്ലാതെയാകും എന്നൊക്കെയാണ് സീന പറഞ്ഞു വെച്ചത്. അതായത് എപ്പോഴും ലെജൻഡ് കില്ലർ റാൻഡി ഓട്ടൻ മറ്റുള്ള റെസ്ലേഴ്സിനെയാണ് പൺകേക്കൊക്കെ ചെയ്ത് അറ്റാക്ക് ചെയ്യാറുള്ളത്. എന്നാൽ അത് റാൻഡി ഓട്ടനിൽ സംഭവിക്കും എന്നുള്ളത് പോലെയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് സീന തന്നെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് റാൻഡി ഓട്ടൻ വരുന്നത് പോലെ ആരോ ഒരാൾ വരുന്നതായിട്ട് കാണിച്ചിരുന്നു. എന്നിട്ട് ആർക്കേ ചെയ്യാൻ നോക്കിയപ്പോൾ സീന അത് റിവേഴ്സ് ചെയ്ത് മാറി അങ്ങനെ തന്നെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നീടാണ് റാൻഡി ഓട്ടൻ അവിടെ വന്നുകൊണ്ട് സീനയെ ആർക്കേ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുത്ത് ഉയർത്തി കാണിച്ചത്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ മൂവ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ഡൗണിൽ സംഭവിച്ചിട്ടുള്ളത്.
പിന്നെ ഇവരുടെ സെഗ്മെന്റ് ഞാൻ അങ്ങനെ മുഴുവനായിട്ടും എടുത്ത് പറഞ്ഞിട്ടില്ല, മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.